السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله يا عباد الله. സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് നിത്യജീവിതത്തിലെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും ക്രമീകരിക്കണേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും അറിയിക്കുകയാണ്. ദീനിന്റെ പേരിൽ വസിയത്ത് നൽകുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവില് നമ്മൾ എത്ര ശ്രദ്ധിച്ച് എങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലും പലതരത്തിലുള്ള പരീക്ഷണം നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. നമ്മളൊക്കെ എത്ര ഞങ്ങൾ നിസ്സാരന്മാരാണ്, ഞങ്ങൾ പ്രശ്നക്കാരല്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞാലും ശരി, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും എപ്പോഴും ഒരു പ്രതിപട്ടികയിൽ നിർത്തിക്കൊണ്ടുള്ള സംഭവ വികാസങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ പല സമയത്തായി നടന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം അത് അങ്ങനെയാണ് അതിന്റെ ഒരു ക്രമം എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നല്ലോ. അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സിജിനാണ്, ജയിലാണ്. ഒരു ജയിലിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ സത്യവിശ്വാസികൾ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കും.
അവകാശങ്ങൾ നിഷേധിക്കപ്പെടാം. അതുപോലെ തന്നെ നമ്മളുടെ പല അർഹിക്കപ്പെട്ട പല കാര്യങ്ങൾ ലഭിച്ചു കൊള്ളണമെന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള കുറ്റങ്ങൾക്കും വിധേയരായി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടവരായേക്കാം. ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ നിരപരാധികളാണ് എന്നിങ്ങനെ ഇടക്കിടക്ക് വിളിച്ചു പറയേണ്ട ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം കടന്നു വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ദുനിയാവിൽ സത്യവിശ്വാസികൾക്ക് അത്തരത്തിലുള്ള പരീക്ഷണം നന്നായി ഉണ്ടാകും. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം ജന്നത്തുൽ കാഫിർ, ഇത് കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗമാണ്. ഇപ്പോ നമുക്ക് ഈ ഹദീസിന്റെ വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? ഇവിടെ പ്രയാസപ്പെടുന്ന കാഫിറുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തതിന്റെ പേരിൽ പലതരത്തിൽ പീഡിപ്പിക്കപ്പെട്ട് പ്രയാസപ്പെട്ട കാഫിറുകളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, എന്നിട്ടും അവർക്ക് ഇത് സ്വർഗമാണെന്ന് പറയാനുള്ള കാരണം അത് ദുനിയാവുമായി താരതമ്യം ചെയ്യുമ്പോഴല്ല, നേരെ മറിച്ച് നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي. ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. പടച്ചവനും മലക്കുകളും അങ്ങ് അവിടേക്ക് എല്ലാ സജ്ജമായി നമ്മുടെ വിചാരണക്ക് ഒരുങ്ങി ഇങ്ങോട്ട് തയ്യാറാവണം. കത്തിയാളുന്ന നരകത്തെ കൊണ്ടുവരപ്പെടുകയാണ്. 70,000 ചങ്ങലകൾ, ഓരോ ചങ്ങലകളിലും 70,000 കണ്ണികളിൽ മലക്കുകൾ, 70,000 മലക്കുകൾ പിടിച്ചിട്ടാണ് നരകത്തെ കൊണ്ടുവരുന്നത്. കൺമുന്നിൽ നരകത്തെ ഇങ്ങനെ കാണുന്ന ദിവസമാണ്. ഓരോരുത്തരും പറയാണ്, എന്ത് ഹയാത്തി, എന്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് മടങ്ങിപ്പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പടച്ചോൻ മാത്രാണ് അന്ന് കഠിനമായി ശിക്ഷിക്കുക. വേറൊരാൾക്കും അന്ന് ശിക്ഷിക്കാൻ അർഹതയില്ല. വേറൊരാൾക്കും അന്ന് വേറൊരു അധികാരമില്ല. അള്ളാന്റെ അധികാരം, അള്ളാന്റെ നിയമം, അള്ളാന്റെ കോടതിയാണ്. കൃത്യമായി എല്ലാ വിധത്തിലും പരിപൂർണമായ 100% നീതി നടപ്പാക്കപ്പെടും. അവിടെ എത്തുമ്പോഴാണ് ഒരു സത്യനിഷേധിക്ക് മനസ്സിലാകുക, ദുനിയാവിൽ എത്ര പീഡിപ്പിക്കപ്പെട്ടവനായിരുന്നാലും, എത്ര കഷ്ടപ്പെട്ട് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട ഒരു അപരാധിയായൊരു, ആകെ പ്രയാസപ്പെട്ട് കഴിഞ്ഞ ഒരു കാഫിറായ, നിഷേധിയായ, സത്യവിശ്വാസം ഉൾക്കൊള്ളാത്ത ഒരു മനുഷ്യൻ ആ പരലോകത്തെ ഭയാനകമായ അവസ്ഥകൾ കാണുമ്പോൾ അയാൾ പറയും, ഞാൻ സ്വർഗത്തിലായിരുന്നു, ദുനിയാവിൽ ഞാൻ സ്വർഗത്തിലായിരുന്നു എന്ന് അയാൾ പറയും. സ്വർഗത്തിന്റെ ആനന്ദങ്ങളും യഥാർത്ഥ സ്വർഗത്തിൽ ലഭിക്കാനുള്ള അനുഭൂതികളെ കുറിച്ച് മനസ്സിലാക്കുമ്പോ, സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു സത്യവിശ്വാസി സ്വർഗം യഥാർത്ഥമായി കൺമുന്നിൽ ഇങ്ങനെ കാണുമ്പോ, സ്വർഗത്തിന്റെ അനുഭൂതികൾ എങ്ങനെ ആസ്വദിക്കുമ്പോ, ആ സ്വർഗത്തിൽ കയറുന്നൊരു സത്യവിശ്വാസി ദുനിയാവിൽ ഇനി എത്ര രാജകീയമായി ജീവിച്ചവനായിരുന്നാലും ശരി, അവന് കിട്ടാത്ത ഒരു അനുഗ്രഹവും ഇല്ലാന്ന് വിചാരിക്കാം. അത്രയും സുഖലോലുപതയിൽ ജീവിച്ച ഒരു സത്യവിശ്വാസിയാണെങ്കിലും ശരി, സ്വർഗത്തിലേക്ക് അവൻ കയറുന്നതോടുകൂടെ അവൻ പറഞ്ഞു പോകും, ഞാനൊരു ജയിലിലായിരുന്നല്ലോ ദുനിയാവിൽ, എനിക്കൊരു അനുഗ്രഹം ദുനിയാവിൽ കിട്ടിയിട്ടില്ലല്ലോ, ഇതാണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത്. അതാണ് ആഖിറത്തിന്റെ പ്രത്യേകത. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ രൂപത്തിൽ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളായ നമുക്ക് ഇതൊരു ജയിലാണ്. അതുകൊണ്ട് പലതരത്തിലും ഇസ്ലാമിനെ പ്രതിപട്ടികയിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടേയിരിക്കുന്ന സംഭവ വികാസങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ഒരിക്കലും തളരേണ്ടതില്ല, തകരേണ്ടതില്ല, പതറേണ്ടതില്ല. മറിച്ച് യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനും മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കാനും വലിയ അവസരമാണ് ഇത് എന്ന് കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മൾ വേണ്ടത്. നമ്മൾ ഇസ്ലാമിനെ പഠിക്കണം.
മറ്റുള്ള പല ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് സമയം കളയാതെ ഇസ്ലാമിന്റെ മൂല കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. എന്നിട്ട് ദീൻ എന്താണെന്ന് പഠിക്കണം. ദീനിന്റെ അടിസ്ഥാനങ്ങൾ, ഉസൂലുകൾ എന്താണെന്ന് പഠിക്കണം. ആ ദീനിൽ കൃത്യമായി അടിയുറച്ച് നിന്നിട്ടില്ലെങ്കിൽ എനിക്കെന്താണ് സംഭവിക്കുക എന്ന കാര്യത്തെ കുറിച്ചൊക്കെ നമുക്കൊരു ബോധ്യപ്പെടൽ ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും ഇസ്ലാമിനെ പല രൂപത്തിൽ ആക്ഷേപിക്കപ്പെടുന്ന, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവർ എപ്പോഴും ഒരു പ്രതിപട്ടികയുടെ ഭാഗത്ത് നിൽക്കുന്ന, ഞങ്ങളല്ല ഇത് ചെയ്തത് എന്ന് വിളിച്ചു പറയേണ്ട ഒരു ഗതികേടിലേക്ക് പല സമയത്തും വരുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില പരീക്ഷണങ്ങളൊക്കെ അങ്ങനെയാണ്. മുൻഗാമികൾക്ക് അവരുടെ ശരീരം ദീനിന് വേണ്ടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, അവരുടെ മക്കളെ ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്, ജനിച്ച നാട് വിട്ട് ഹിജറ പോകേണ്ടി വന്നിട്ടുണ്ട്, സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക, നമുക്ക് എന്ത് പരീക്ഷണം ഉള്ളത്? ദീനിന്റെ പേരിൽ, ദീനെ കാത്തു സൂക്ഷിച്ചതിന്റെ പേരിൽ നമ്മളൊക്കെ എന്ത് പരീക്ഷണത്തിനാണ് അർഹരായിട്ടുള്ളത്? അപ്പോ നമുക്കുള്ള പരീക്ഷണം ഇങ്ങനെയാണ്. നമ്മളെ ചോദ്യം ചെയ്യപ്പെടുന്ന, നമ്മളുടെ വ്യക്തിത്വത്തെ, നമ്മളുടെ ആദർശത്തെ, നമ്മളുടെ ദീനിനെ പ്രതിപട്ടികയിൽ നിർത്തപ്പെടുന്ന, നമ്മളൊരു നോട്ടപ്പുള്ളിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സംജാതമാകും. അവിടെ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിച്ചു കൊടുക്കാനുള്ള അവസരമാക്കി എടുക്കുക എന്നതും നമ്മുടെ അടുക്കൽ അത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട കാര്യങ്ങൾ ഇല്ല എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്താനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ എന്നുള്ളത് പരിപൂർണമാണ്. ഇസ്ലാം എന്ന പദം തന്നെ സമാധാനമാണ്. പടച്ചവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു ആദർശം ഉണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. അത് ഏത് സാഹചര്യത്തിലും എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് കുറച്ച് കലുഷിതമായ സാഹചര്യം. അതുകൊണ്ട് ഇനിയിപ്പോ കുറച്ചു കാലത്തേക്ക് നമ്മൾ തൗഹീദൊന്നും പറയണ്ട, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കണ്ട. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവില്ല, അവിടെ ഐക്യം ഉണ്ടാവുള്ളൂ. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, അല്ലയോ മനുഷ്യരെ നിങ്ങൾ ആരാധിക്കണം, നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. അതിലെന്ത് വർഗീയതയുള്ളത്? അതിലെന്ത് ചിത്രതയുള്ളത്? ഓരോരുത്തരോടും പറയുന്നത് എന്താ? അല്ലയോ മനുഷ്യ, നീ ഒരു മനുഷ്യനാണല്ലോ, നിന്നെ സൃഷ്ടിച്ച, നിനക്ക് മുൻകഴിഞ്ഞു പോയ നിന്റെ പിതാക്കന്മാരെയും നിന്റെ മാതാക്കളെയും നിന്റെ പൂർവികരെയും നീ കഴിഞ്ഞു പോയ മനുഷ്യന്മാരെല്ലാം സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിനെ നീ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മതയുള്ളവരായിക്കൊണ്ട് ഏറ്റവും നല്ല ആളുകളായിക്കൊണ്ട് മാറാൻ അതാണ് വേണ്ടത്. സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ അറിയിക്കുകയാണ് ഖുർആൻ. അത് പറഞ്ഞതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് പറഞ്ഞതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ ശരിയല്ലാത്ത ആളുകളാണ്. അവർക്കറിയാം അവരുടെ ആശയം തെറ്റാണ് എന്നുള്ളത്. അതുകൊണ്ട് അത് മുന്നോട്ട് വെക്കാൻ, അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാമിനെ ഒരു പ്രതിപട്ടികയിൽ നിർത്താൻ വേണ്ടി പല ശ്രമങ്ങളും ബോധപൂർവം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ നമ്മൾ പതറേണ്ടതില്ല, നമ്മൾ അറച്ചു നിൽക്കേണ്ടതില്ല, നമ്മൾ മടിച്ചു നിൽക്കേണ്ടതില്ല. മറിച്ച് തൗഹീദ് മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ ഉണ്ടാകും. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ആർക്ക്? അല്ലദീന ആമനൂ, ഈമാൻ ഉൾക്കൊണ്ട ആളുകൾക്ക്, മിൻകും നിങ്ങളിൽ നിന്നില്ല, വഅമിലുസ്സാലിഹാത്ത്, ഈമാൻ ഉൾക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനുകളായ ആളുകൾക്ക് പടച്ചോന്റെ വാഗ്ദാനമാണ്. എന്ത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, അവർക്ക് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാതിനിധ്യം നൽകുമെന്നുള്ളത്. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുൻകഴിഞ്ഞു പോയവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, അവർ തൃപ്തിപ്പെടുന്ന അവരുടെ ഈ ഇസ്ലാം ദീനിനെ കൃത്യമായി കൊണ്ട് അവിടെ ആ ദീനിനും പ്രാതിനിധ്യം നൽകും അവരുടെ നാട്ടിൽ. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ആകെ ഭയഭീതരായി പേടിച്ച് കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിനൊക്കെ ശേഷം റബ്ബ് നിർഭയത്വം അവർക്ക് നൽകും. പക്ഷെ റബ്ബിന്റെ കണ്ടീഷൻ എന്താ? യഅ്ബുദൂനനി, എന്നെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അള്ളാഹു എന്തും ചെയ്തു തരാൻ റെഡിയാണ്.
പക്ഷെ റബ്ബ് പറഞ്ഞ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താ? യഅ്ബുദൂനനി, നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് എന്നെ മാത്രമായിരിക്കണം. ലാ തുശ്രികൂ ബി ശൈഅ, ലാ തുശ്രികൂന ബി ശൈഅ, എന്നിൽ ഒന്നിനെ കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്? ശിർക്ക് വെക്കരുത്. അപ്പൊ പടച്ചവൻ ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്താണ്? അള്ളാഹുവിൽ ശിർക്ക് വെക്കുക എന്നത് തന്നെയാണ്. അത് മുസ്ലിം പേരുള്ളവർ ചെയ്താലും മുസ്ലിം അല്ലാത്തവർ ചെയ്താലും. ചില ആളുകളുടെ വിചാരം മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സംഘടനകളും പ്രത്യേക കൂട്ടായ്മകളും പ്രത്യേക ആയുധ പരിശീലനങ്ങളും അത്തരത്തിൽ എന്താ മുസ്ലിങ്ങൾക്ക് നമുക്കും വേണ്ട ഒരു ഡിഫൻസ്, നമുക്കും വേണ്ട ഒരു പ്രതിരോധം. ചില ആളുകളുടെ ഒരു വിചാരം ഞങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഉഷാറായിട്ട് പ്രസംഗിച്ച് പള്ളിയൊക്കെ നടത്തി പോകുന്നത്. ഒന്നുമല്ല, അവരെ കൊണ്ടാണ് ഏറ്റവും വലിയ ഷെർ ഉണ്ടാകുന്നത്. കാരണം ഇത് റബ്ബിന്റെ ദീനാണ്. റബ്ബിന്റെ ദീന് സംരക്ഷിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ചില സുന്നത്തുകളുണ്ട്. അതിന് തൗഹീദ് പറഞ്ഞ് തൗഹീദ് പ്രചരിപ്പിച്ച് സുന്നത്ത് പ്രചരിപ്പിച്ച് ജീവിക്കുക എന്നതാണ് റബ്ബിന്റെ സുന്നത്ത്. അതാണ് പ്രവാചകന്മാരുടെ മാർഗം. അല്ലാതെ ഏത് പ്രവാചകന്മാരും ആദ്യം തന്നെ വാളെടുത്തിട്ട് യുദ്ധം ചെയ്ത് പടവെട്ടിയിട്ടല്ല ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ മനസ്സിലേക്ക് പടച്ചവനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, സത്യത്തെ കുറിച്ച്, മാതാപിതാക്കളെ പരിഗണിക്കേണ്ടതിനെ കുറിച്ച്, മദ്യപാനം ഒഴിവാക്കുന്നതിനെ കുറിച്ച്, ലഹരി ഒഴിവാക്കുന്നതിനെ കുറിച്ച് നന്മകൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് മാനസിക പരിവർത്തനം ഉണ്ടാക്കിയിട്ടാണ് ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാരുടെ മാർഗം. അല്ലാതെ ഭരണം കയ്യിൽ കുടിക്കാനും ഭരണം നേടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ അടക്കി ഒതുക്കിയിട്ട് ഞങ്ങൾ വലിയ പവറുള്ള ആളുകളാണെന്ന് കാണിച്ച് ആയുധം കാണിച്ചിട്ട് ബാക്കിയുള്ളവരെ പേടിപ്പിച്ച് നിർത്തിയിട്ട് ഇസ്ലാം പ്രചരിപ്പിക്കാനല്ല റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് തൗഹീദാണ് പ്രചരിപ്പിക്കുന്നത്. ഇതോ ഈ ഇത്തരത്തിലുള്ള ആളുകൾ തൗഹീദ് ഉള്ളവരും തൗഹീദ് ഇല്ലാത്തവരും ജാറത്തിൽ പോകുന്നവരും എല്ലാവരും അതൊന്നും പ്രശ്നമല്ല. അവര് എല്ലാവരും കൂടി മുസ്ലിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ബാക്കിയുള്ളവർക്കെതിരെ ആർക്കെതിരെ? മുസ്ലിം പേരുള്ളവനെ കൊണ്ട് ഇസ്ലാമിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഒരു പ്രയോജനമില്ല. ശിർക്ക് ചെയ്യുന്ന, കുഫ്ർ ചെയ്യുന്ന, റബ്ബിൽ പങ്കു ചേർക്കുന്ന ആളുകൾ മുസ്ലിം പേരുള്ളവരായാലും അല്ലാത്തവരായാലും അള്ളാന്റെ അടുക്കൽ ഒരുപോലെയാണ്. റബ്ബിൽ ശിർക്ക് ചെയ്യാൻ പാടില്ല. അത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരായാലും മുസ്ലിം പേരിട്ട് ആയാലും കാവി തുണിക്ക് പകരം പച്ചത്തുണി ഇട്ടെന്ന് വിചാരിച്ച് കുഫർ അല്ലാതാവൂല, ശിർക്ക് അല്ലാതാവൂല. അവിടെ പൂരം നടക്കുമ്പോ അവിടെ നേർച്ച നടക്കുക, ഒരേ കാര്യം തന്നെ ചെയ്യാം. എന്നിട്ടോ ഇസ്ലാമിന്റെ പേരിൽ കേട്ടോ നമ്മളൊക്കെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളി ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ദീന് പ്രചരിപ്പിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ചതുപോലെയാണ്, സ്വഹാബത്ത് പ്രചരിപ്പിച്ചതുപോലെ. അതെങ്ങനെയാണ്? 13 കൊല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. എങ്ങനെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തത്? കൃത്യം ആദ്യം സ്വന്തം കൂട്ടുകാരോട്, സ്വന്തം ബന്ധുക്കളോട് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു, അറിയിച്ചു കൊടുത്തു. പിന്നീട് അടുത്ത ആളുകളിലേക്ക്, അങ്ങനെ പിന്നീട് റബ്ബിന്റെ ആഹ്വാനം വന്നപ്പോൾ പരസ്യ പ്രബോധനത്തിന് ഇറങ്ങി. പല നിലക്ക് ഉപദ്രവിക്കപ്പെട്ടു. അള്ളാന്റെ റസൂലിന് ഭരണമില്ലാത്ത, അള്ളാന്റെ റസൂലിന് അവിടെ ആധിപത്യമില്ലാത്ത ഒരു നാട്ടിൽ ഒരു അമുസ്ലിം വ്യവസ്ഥ നിലനിൽക്കുന്ന ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു സിസ്റ്റം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ഒരു മുസ്ലിം ഇടപെടേണ്ടതെന്നുള്ളത് മക്കയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 13 കൊല്ലത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായി. യാസിർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹയും, അതുപോലെ തന്നെ പല സഹാബത്തും പീഡിപ്പിക്കപ്പെട്ടു. ബിലാൽ റളിയല്ലാഹുവിന്റെ നെഞ്ചത്ത് പാറക്കല്ല് വെച്ച് ചുടുമണലിലൂടെ വലിക്കുന്നത് ബാക്കിയുള്ള സഹാബികള് റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. പക്ഷെ അവരാരും അവർക്കെതിരെ ആ സമയത്ത് യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല, ആയുധം എടുത്ത് ചെന്നിട്ടില്ല, ഒളിപ്പൂര് നടത്തിയിട്ടില്ല. മറിച്ച് അവര് സമാധാനത്തോടുകൂടെ ഖുർആൻ പഠിപ്പിച്ച് ഖുർആൻ പ്രചരിപ്പിച്ച് ദഅവത്ത് നടത്തുകയാണ്. എന്നിട്ട് ഒരു നിലക്കും ആ നാട്ടിൽ ജീവിക്കാൻ അയക്കൂല. മുഅ്മിനായ ഒരു മുസ്ലിമായി ആ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കൂല എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന യുദ്ധം ചെയ്യാനല്ല, ഹിജ്റ പോകാൻ, അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാൻ. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലേക്ക് ഹിജ്റ പോകുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക്, മദീനത്ത് യസ്രിബിൽ നിന്ന് ഹജ്ജിന് വന്ന ആളുകൾ റസൂലിനെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ആദ്യത്തെ കൊല്ലം വന്നു, അവർ റസൂലിനെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞ് കുറച്ചു പേര് തിരിച്ചുപോയി. എന്നിട്ട് അവരുടെ നാട്ടിൽ ചെന്ന് അവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചു. ഒരുപാട് ആളുകൾ മുസ്ലിമായി, 70ഓളം ആളുകൾ പിറ്റേ വർഷം ഹജ്ജിന് വന്നു, സ്ത്രീകൾ ഉൾപ്പെടെ.
എന്നിട്ട് അവര് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് വന്ന ആ ആളുകൾ റസൂലിനോട് ഉടമ്പടി ചെയ്ത റസൂലെ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അവിടുത്തെ ഭരണാധികാരിയായി സ്വീകരിക്കാം, ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ ഞങ്ങളുടെ നാട്ടിന്റെ പ്രാതിനിധ്യം നൽകാം, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെയാണ് പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ആ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ അടക്കം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വഴി കാണിച്ചു കൊടുക്കുന്നത് ഒരു അമുസ്ലിമായ വ്യക്തിയാണ്. ഓ, മുസ്ലിമീങ്ങളോട് എങ്ങനെ പെരുമാറണം, അമുസ്ലിമീങ്ങളോട് എങ്ങനെ പെരുമാറണം, കാഫറുകളായിട്ടുള്ള ആളുകളെ ഏതൊക്കെ രൂപത്തിൽ ഇടപെടിക്കാം, അല്ലാതെ കാഫറിനെ കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്നോ അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. യുദ്ധ സമയത്ത് എതിർചേരിയിലുള്ളവരോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എടുത്തിട്ട് അയൽവാസിയെ പിന്നെ കത്തിയെടുത്ത് കുത്തണം എന്ന് പറയുന്ന ദീനാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കുന്നവര് വളരെയധികം തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. അതിന്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര അയൽവാസികൾ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, എത്ര പേരെ റസൂൽ പോയി കൊന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസികളായിട്ടുള്ള എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു? അവരാരെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി കൊന്നു? ഇല്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു നാട്ടിൽ നിന്ന് പോവാണെന്ന് അറിഞ്ഞപ്പോ അയൽവാസികളായ മുസ്ലിങ്ങൾ വന്നിട്ട് കൈ പിടിച്ച പോലെ, അബൂബക്കർ താങ്കൾ ഈ നാട്ടിൽ നിന്ന് പോകരുത്, താങ്കൾ ഈ നാട്ടിൽ നിന്ന് പോകരുത്, താങ്കൾ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നവനാ, രോഗികളെ പരിചരിക്കുന്നവനാ, കടബാധ്യതയുള്ളവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന ആളാണ്, പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം വഹിക്കുന്ന ആളാണ്, താങ്കൾ ഈ നാട്ടിൽ നിന്ന് പോകരുത് എന്ന് പറയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് അവര് പോയി കിട്ടി സമാധാനം എന്നല്ല പറഞ്ഞത്. ഇവിടെ കൃത്യമായ ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് ഒരു മുസ്ലിം നാട്ടിൽ ജീവിക്കേണ്ടത്, അമുസ്ലിം ഭരണവ്യവസ്ഥയും സിസ്റ്റവും ഉള്ള നാട്ടിൽ എങ്ങനെ ജീവിക്കേണ്ടത് എന്നുള്ളത് മക്കയിലെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോവുകയാണ്. മദീനയിലുള്ള ജൂതഗോത്രങ്ങളുമായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാറുണ്ടാക്കുകയാണ്. ബനൂ ഖൈനുഖ, ബനൂ നദീർ എന്ന് തുടങ്ങിയ ജൂതഗോത്രങ്ങൾ, ബനൂ ഖുറൈള, ബനൂ ഖൈനുഖ, ബനൂ നദീർ എന്നീ 3 ജൂതഗോത്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവരോട് കരാറുണ്ടാക്കി. എന്നിട്ട് മദീനയുടെ ഒരു രാഷ്ട്ര അധിപനായിട്ട് റസൂലിനെ അവിടെ നിയമിക്കുകയാണ്. മദീനയെ എതിർക്കാൻ ആരെങ്കിലും പുറത്തുനിന്ന് വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് അവർക്കെതിരെ പോരാടുമെന്ന് അവർ പരസ്പരം കരാറിലാവുകയാണ്. അങ്ങനെ മദീന എന്ന ഒരു രാഷ്ട്രം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. യസ്രിബ് എന്നറിയപ്പെട്ടിരുന്ന ആ നാട് പിന്നീട് പ്രവാചകന്റെ പട്ടണം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടാണ് മദീനത്തുർ റസൂൽ എന്ന പേരിലേക്ക് മാറി മദീനയായി മാറിയത്. ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നിട്ടും അവിടെയും ആ നാട്ടിലെത്തിയ മുസ്ലിങ്ങളെയും വെറുതെ വിടില്ല എന്ന മട്ടിൽ എതിർക്കാൻ ചെന്നപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് അനുമതി നൽകുന്നത്. അത് അവിടെ യുദ്ധം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാഷ്ട്രത്തിന്റെ അധിപനാണ്. അവിടുത്തെ സുപ്രീം കമാൻഡ് നൽകേണ്ടത് റസൂലാണ്. ഒരു നാടിനെ യുദ്ധം ചെയ്യാൻ വേണ്ടി മറ്റൊരു നാട്ടിൽ നിന്ന് ആളുകൾ വരുമ്പോ അവിടുത്തെ ഒരു ഭരണാധികാരിയായി നമ്മൾ യുദ്ധം വേണ്ട, നമ്മൾ സമാധാനത്തിന്റെ ആളുകളെന്ന് പറഞ്ഞ് നോക്കി നിന്നാൽ നമ്മളാണെങ്കിൽ എന്താ പറയാ, ഭരണം കൊണ്ടടക്കാൻ കഴിയില്ലാത്ത ആള്, ഒരു ഡിഫൻസ് വേണ്ട എന്ന് നമ്മൾ പറയും. യുദ്ധം ചെയ്താലോ എന്ത് മതാണിത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധം കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയാണ് എന്ന് ചോദിക്കുക. അങ്ങനെയല്ല വേണ്ടത്. ഒരു രാഷ്ട്രമാകുമ്പോൾ രാഷ്ട്രത്തിന് എന്തിനാ പട്ടാളം, എന്തിനാ ഡിഫൻസ് ഫോഴ്സ് ഒക്കെ? ആ രാഷ്ട്രത്തെ ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ എന്നുള്ളത് ഭരണാധികാരിയിൽ നിയുക്തമായ ഒരു കാര്യമാണ്. അത് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് നിയുക്തമായത്, പിന്നീട് ഖലീഫമാരിലാണ്. അവരുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന പുറത്തുള്ള ആളുകളെ അവരെ എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് യുദ്ധ നിയമങ്ങൾ പലതും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ കയ്യിലെടുക്കാൻ പാടില്ല. അപ്പൊ പലയിടത്തും സംഭവിക്കുന്നത് അന്യനെ അന്യായമായി കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും ഒരു മുസ്ലിമിന് മാറാൻ സാധിക്കൂല. കാരണം എന്താ? നിയമം കയ്യിലെടുക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഭരണകൂടങ്ങൾ നടപ്പിലാക്കേണ്ട നിയമങ്ങളുണ്ട്. കട്ടവന്റെ കൈ മുറിക്കേണ്ടത് ആരാ? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ ഒരു കളവ് നടത്തി അവനെ പിടിച്ച് കൈ മുറിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു മാങ്ങ കട്ടവന്റെയും 10 പവൻ സ്വർണം കട്ടവന്റെയും ഒരുപോലെയാണ് നിയമം നടപ്പിലാക്കേണ്ടത്? അല്ല. അതിനൊക്കെ കൃത്യമായ രീതിയും വ്യവസ്ഥയും ഉണ്ട്. അത് ആര് തീരുമാനിക്കും? ഭരണാധികാരിയാണ് തീരുമാനിക്കേണ്ടത്.
നിയമം നടപ്പിലാക്കേണ്ടത് ആരാണ്? ഭരണാധികാരിയാണ്. ഇസ്ലാമിക ഭരണം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കേണ്ടതുള്ളൂ, അല്ലാത്തവർക്ക് അത് ബാധകമല്ല. വ്യഭിചരിച്ചവൻ എറിഞ്ഞു കൊല്ലണം. ആരെ കൊല്ലേണ്ടത്? അവിടെ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ ഭരണകൂടമാണ് ചെയ്യേണ്ടത്. നമ്മൾ കുറച്ചാളുകൾ കൂടിയിട്ട് നമ്മളാണ് നടപ്പിലാക്കുക എന്ന് തീരുമാനിക്കാൻ പറ്റൂല. അങ്ങനെ ചെയ്ത നമ്മൾ കുറ്റക്കാരാണ്. ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത്, ഒരു ഭരണവ്യവസ്ഥ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട നിയമങ്ങൾ അത് ഭരണകൂടമാണ് ചെയ്യേണ്ടത്. അതൊരിക്കലും വ്യക്തികൾ കയ്യിലെടുക്കാൻ പാടില്ല. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലുള്ള ഭരണവ്യവസ്ഥയിലുള്ള നിയമങ്ങളും ന്യായപീഠത്തെയും സമീപിക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ പോലീസിനെയും കോടതിയെയും സമീപിക്കുക. അത് നമുക്ക് തൃപ്തമല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ഷമിക്കുക. അവർക്കാണ് സ്വർഗ്ഗമുള്ളത്. റബ്ബ് പഠിപ്പിച്ചത് അതാണ്. കാരണം ദുനിയാവിൽ സമ്പൂർണ്ണ നീതി കിട്ടുന്നല്ല റബ്ബ് പറഞ്ഞത്. ഇവിടെ നീതി കിട്ടൂല എന്നാ പറഞ്ഞത്. മറിച്ച് ഏറ്റവും നീതി കിട്ടുന്ന സ്ഥലം എവിടെയാണ്? അത് മഹ്ശറിലാണ്. അവിടെയാണ് നമുക്കുള്ള നീതി. ഈ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീന് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തി ജീവിക്കാനും ഉള്ള തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اتقوا الله يا عباد الله. സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. ഏത് കാര്യത്തിലും ഇസ്ലാം അതിന്റെ പേര് പോലെ തന്നെ ശാന്തിയും സമാധാനവും പ്രകടമാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരിക്കലും ഒരാളുടെ വീട്ടിൽ കയറി അന്യായമായി വധിക്കാൻ പാടില്ല. യുദ്ധത്തിന്റെ സമയത്താണെങ്കിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും വധിക്കരുത്. അവിടെയുള്ള ചെടികളും മരങ്ങളും നശിപ്പിക്കരുത്. ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല الناس ജമീഅ. സൂറത്ത് മാഇദയിലെ 32-ാമത്തെ ആയത്താണ്. എന്താ റബ്ബ് പറയുന്നത്? അന്യായമായി ഒരുത്തനെ വധിച്ചാൽ അവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അന്യായമായി ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒരുത്തം വധിച്ചാൽ, ജീവഹാനി വരുത്തിയാൽ, അതിന് എന്ത് ന്യായീകരണം പറഞ്ഞിട്ടായാലും വേണ്ടില്ല. ഭരണകൂടങ്ങൾ എടുക്കേണ്ട നടപടികളും ശിക്ഷാ നിയമങ്ങളും ഒരാള് കയ്യിലെത്തിട്ട് ഞാനങ്ങൾ പോയിട്ട് നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഒരാള് ഒരു മുസ്ലിമായ ഒരു അവിവേകി പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് പറയുകയാണ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് അവൻ. അത്ര വലിയ പാതകമാണത്. അവൻ ആരെങ്കിലും ഒരാളെ ജീവിക്കാൻ അനുവദിച്ചാൽ, ഒരാൾക്ക് ജീവിതത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ, ഒരാള് അപകടത്തിലാണ്, മരണക്കയത്തിൽ അകപ്പെടുന്ന ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു വലിച്ചു കയറ്റാൻ ഒരാൾ പരിശ്രമിച്ച് ഒരാളെ എങ്കാലം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചവരെ പോലെയാണ് അവൻ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു മുസ്ലിമാണോ കാഫിറാണോ എന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യനാണോ ഒരാളെ ജീവിതത്തിലേക്ക് കരകയറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ തോക്കെടുത്ത് ഒരുത്തരം പോയി വെടിവെച്ച് കൊല്ലാനല്ല ഒരു മുസ്ലിമിനോട് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ തത്വം വളരെ വ്യക്തമാണ്, സുന്ദരമാണ്. ഇസ്ലാം ഒരിക്കലും അന്യായമായി ഒരാൾക്കെതിരെ ഒരാളൊന്ന് അടിക്കാനോ ചെറിയ രൂപത്തിൽ ഉപദ്രവിക്കാൻ പോലും ഇസ്ലാം അനുവാദം നൽകുന്നില്ല എങ്കിൽ, നാവ് കൊണ്ട് ഒരു കുത്തുവാക്ക് പറയാൻ പോലും ഇസ്ലാം അനുവാദം നൽകുന്നില്ല എങ്കിൽ, അന്യായമായി കൊണ്ടൊരു കാര്യവും ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല എങ്കിൽ, ഈ ശാന്തിയുടെ സമാധാനത്തിന്റെ മതത്തിന്റെ ആളുകൾക്ക് തീവ്രവാദികളോ ഭീകരവാദികളോ ആകാൻ സാധിക്കുകയില്ല. അത് നമുക്ക് വ്യക്തമാണ്. മറിച്ച് മുസ്ലിം പേരുള്ള ഒരുപാട് അവിവേകികൾ പലതും കാണിച്ചു കൂട്ടും. മുസ്ലിങ്ങളുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ചില സംഘടനകളൊക്കെ പല രൂപത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ നടത്തും. ഞങ്ങളാണ് പ്രൊട്ടക്ഷന്റെ ആളുകൾ, ഞങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ജീവിച്ചു പോകുന്നത് എന്നൊക്കെയുള്ള വെറും വിടുവായിത്തം പറയുന്ന ചിലരൊക്കെ ഉണ്ടാവും. അവരെ പടിക്ക് പുറത്തു നിർത്താൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കേണ്ടതുണ്ട്. എല്ലാ സമുദായക്കാരും അത്തരത്തിലുള്ള തീവ്ര ചിന്തകളുള്ള സംഘടനകളെയും കൂട്ടങ്ങളെയും ഒക്കെ പടിക്ക് പുറത്തു നിർത്തണം. മറിച്ച് സാഹോദര്യത്തോടുകൂടെ, ശാന്തിയോടുകൂടെ, സമാധാനത്തോടുകൂടെ, സഹവർത്തിത്വത്തോടു കൂടെയാണ് ഓരോ വ്യക്തിയും, പ്രത്യേകിച്ച് നമ്മുടെ നാട് പോലെയുള്ള ഇത്തരത്തിലുള്ള ബഹുസ്വര സമൂഹം
സമൂഹത്തിൽ കഴിയേണ്ടത് എന്നുള്ളത് മക്കയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുസ്ലിമീങ്ങളുടെയും ജീവിതം നമുക്ക് പാഠമാണ്. കൃത്യമായി കൊണ്ട് ദീൻ പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാവുക. റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനീതികളും അന്യായങ്ങളും നടക്കുമ്പോൾ അതിനെതിരെ പടപൊരുതാനും, അനീതിക്കെതിരെ ശബ്ദമുയർത്താനും, അന്യായങ്ങൾക്കെതിരെ കൃത്യമായി കൊണ്ട് അത് ചൂണ്ടിക്കാണിക്കാനും അവിടെ ജാതിയും മതവും ഒന്നും നോക്കേണ്ടതില്ല. അന്യായത്തിനെതിരെ, അസത്യത്തിനെതിരെ എപ്പോഴും നിലപാടെടുത്ത് മുന്നോട്ട് വരാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള തൗഫീഖ് നൽകി നാം അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യത്തിന്റെ കൂടെ നിലയുറപ്പിച്ചു നിൽക്കാനും, യഥാർത്ഥ ദീന് പ്രചരിപ്പിക്കാനും, യഥാർത്ഥ ദീനിൽ അടിയുറച്ചു നിൽക്കാനും, മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ദീന് പഠിക്കേണ്ടതിന്റെയും അത് ജീവിതത്തിൽ പകർത്തേണ്ടതിന്റെയും ഒക്കെ പ്രാധാന്യം നമുക്ക് ഏവർക്കും അറിയാം. പുതുതലമുറയുടെ കാര്യത്തിൽ പലരും ആശങ്കയിലാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വലിയ ഒരു സമ്മേളനം മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ്. 8ാം ക്ലാസ്സിന് മുകളിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ അവരെ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരുപാട് സാമ്പത്തിക ചെലവുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ അവിടേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ മറ്റു ഉത്തരവാദിത്തങ്ങളും ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ നമുക്ക് വലിയ ബാധ്യതകളുണ്ട്. നല്ല ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട്. അതിലേക്കുള്ള നമ്മൾ ഓരോരുത്തരും തന്നെ കൊണ്ട് കഴിയുന്ന നല്ലൊരു വിഹിതം അതിലേക്ക് നൽകണം. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിലുള്ള, അയൽപക്കത്തിലുള്ള, പരിചയത്തിലുള്ള വിദ്യാർത്ഥികളെ ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ, അവർക്ക് അവരുടേതായ രൂപത്തിൽ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന സെഷനുകളിലും അതിന്റെ മുന്നോടിയായി നടക്കുന്ന എക്സിബിഷനിലും ഒക്കെ പങ്കെടുപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഏറ്റവും നല്ല രൂപത്തിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായി, കുടുംബമായി, സമൂഹമായി മുന്നോട്ട് പോകാൻ റബ്ബ് നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റും കുറ്റങ്ങളും റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കൊക്കെ ഒരുപാട് കാലം ദീനിന്റെ മാർഗത്തിൽ കൃത്യമായി ഉറച്ചു നിൽക്കാനും മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീഖ് നൽകി റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നിന്നും ഇവിടെ പറഞ്ഞു പോയി ഒരുപാട് സഹോദരങ്ങളുണ്ട്. റബ്ബ് അവരുടെയൊക്കെ ഖബറിടങ്ങളെ ഏറ്റവും നല്ല സ്വർഗീയ അനുഗ്രഹത്തോടു കൂടെയുള്ള ബർസഖി ജീവിതമാക്കി മാറ്റുമാറാവട്ടെ. നമുക്കൊക്കെ ഇടയിൽ പലതരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. റബ്ബ് അവരുടെയൊക്കെ അവസ്ഥകൾ ഏറ്റവും ഹൈറായ അവസ്ഥയാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.